സ്കിന്നിൽ സാധാരണമായി കാണുന്നതും എന്നാൽ വളരെ തെറ്റായി സ്വയം ചികിത്സിക്കപ്പെടുന്നതുമായ ഒരു അസുഖമാണ് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ അഥവാ പുഴുക്കടി അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഇത് സ്കിന്നിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷനാണ്. അസുഖം ഉള്ള ഒരാളിൽ നിന്ന് കോണ്ടാക്റ്റ് വഴി ഇത് മറ്റുള്ളവരിലേക്ക് പകരും. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കാണാം. എന്നാലും ഈർപ്പം അധികം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് തുടയുടെ ഇടുപ്പ്, കക്ഷം, ബ്രസ്റ്റിൻ്റെ അടി, ഈ ഭാഗങ്ങളിൽ പൂപ്പൽ അധികമായി വളരുകയും ഈ നല്ല ചൊറിച്ചിലുള്ള ചുവന്ന വൃത്താകൃതിയിലുള്ള പാടുകളായി കാണപ്പെടുകയും ചെയ്യും. ഒരു സ്കിന്നിൻ്റെ ഡോക്ടറിനെ കണ്ട് അസുഖം സ്ഥിരീകരിച്ച് കഴിക്കുന്ന ആൻറ്റി ഫംഗൽ മരുന്നുകളും തേക്കുന്ന ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റുകളും ഉപയോഗിച്ച് ഒരു മിനിമം 2 മാസം കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ കുറച്ച് പേഴ്സണൽ ഹൈജീൻ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈർപ്പമുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക, നല്ല ടൈറ്റായിട്ടുള്ള ജീൻസ്, ലെഗിങ്സ് ഇവ ഒഴിവാക്കി കോട്ടൺ വസ്ത്രങ്ങൾ ലൂസായിട്ടുള്ളത് ധരിക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഓബ്ജക്ട്സ്, അതായത് തോർത്ത്, ചീപ്പ്, സോപ്പ്, നെയിൽ കട്ടർ ഇവ ബാക്കിയുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ അസുഖമുള്ള ആൾക്കാർ അവരുടെ വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി മറിച്ചിട്ട് വെയിലത്ത് ഉണക്കി ഇസ്തിരിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ അസുഖം പൂർണ്ണമായി മാറുന്നതിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലും കാലയളവിലും തന്നെ മരുന്നുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ പേഷ്യൻസിൻ്റെ കോൺടാക്ട്സിൽ ആർക്കെങ്കിലും ഈ അസുഖമുണ്ടെങ്കിൽ അവരും ചികിത്സ തേടുന്നത് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഡോക്ടറിനെ കാണാതെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചൊറിച്ചിലിനുള്ള ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ അലർജിക്കുള്ള ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞ് വാങ്ങി പുരട്ടുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്കിന്നിൻ്റെ ഓയിൻമെൻറ്റ് എടുത്ത് തേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക ഇങ്ങനത്തെ ഓയിൻമെൻറ്റ്സും കോമ്പിനേഷൻ ക്രീംസ് ആണ്. അതായത് സ്റ്റീറോയിഡ് മരുന്നുകൾ, ആൻറ്റി ഫംഗൽ മരുന്നുകൾ, ആൻറ്റി ബാക്ടീരിയൽ മരുന്നുകൾ എല്ലാം കൂടെ ഒരു ട്യൂബിലുള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റീറോയിഡ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചൊറിച്ചിലൊക്കെ താൽക്കാലികമായി കുറയുമെങ്കിലും ഈ ഫംഗസ് ഇരുന്ന് കൂടുതൽ വളർന്ന് ഇത് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും 2 മാസം കൊണ്ട് പോകേണ്ട അസുഖം വർഷങ്ങളോളം ശരീരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് ഈ ഫംഗസൊക്കെ ഈ ആൻറ്റി ഫംഗൽ മരുന്നുകളോട് റെസിസ്റ്റൻ്റ് ആവുകയും മരുന്നുകൾ ഏൽക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഇങ്ങനെ ഒരു സ്കിൻ ലീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അസുഖം സ്ഥിരീകരിച്ച് ഉചിതമായ ചികിത്സ തേടുക. Mount Zion Medical College Hospital, Adur, Pathanamthitta.